തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി എണ്ണപ്പെട്ട ദിനങ്ങൾ മാത്രമാണുള്ളത്. ഇപ്പോൾ നമ്മളുള്ളത് തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും കാതലായ ഭാഗമായ കുറവങ്കോണം വാർഡിലാണ്. കുറവങ്കോണം വാർഡിലെ LDF സ്ഥാനാർത്ഥിയാണ് നമ്മോടൊപ്പം ഉള്ളത്, ദീപിക. എങ്ങനെയുണ്ട് ഈ ഒരു പ്രചരണവും അതിൻ്റെ ഒരു ഇലക്ഷൻ വൈബല്ല? ഇത് ആദ്യമായിട്ടല്ലേ? അതെ അതെ, വളരെ നന്നായി പോകുന്നുണ്ട്. കുറച്ച് ലേറ്റായി നമ്മൾ പ്രചരണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, പക്ഷെ വളരെ നന്നായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് പെൺപടകളാണ്. അതും യുവത്വം തുളുമ്പുന്ന പെൺപടകളാണ്. അപ്പം എങ്ങനെയാണ് ഒരു ആർജവം? അതോ ഒരു പേടിയാണോ, ആശങ്കയാണോ, എന്താണ് മനസ്സിലാവുന്നത്? ഇല്ല, അങ്ങനെ പേടിയൊന്നുമില്ല. ഭയങ്കര കോൺഫിഡൻ്റ് ആണ് ഇപ്രാവശ്യം. എനിക്കിപ്പോൾ ഇങ്ങനെ LDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ കഴിഞ്ഞത് തന്നെ വളരെ വലിയൊരു ഭാഗ്യമായി ഞാൻ കാണുന്നു. പിന്നെ അങ്ങനെ പേടിയൊന്നുമില്ല മത്സരിക്കാനായിട്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നൊരു എങ്ങനെയാണ് രാഷ്ട്രീയത്തിലെല്ലാം ഉണ്ടായിരുന്നത്? അതോ തെരഞ്ഞെടുപ്പ് ആദ്യമായിട്ടാണോ? അതോ സ്കൂൾ കോളേജ് ലെവലിലൊക്കെ അങ്ങനത്തെ ഒരു മത്സരമൊക്കെ നേരിട്ടതാണോ? അതെ അതെ, ഞാൻ ബാലസംഘം മുതൽ വന്നതാണ് CPMൽ. ബാലസംഘം, SFI അങ്ങനെയായിരുന്നു. പിന്നെ ഫാമിലി ആയപ്പോൾ പിന്നെ പ്രവർത്തനങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഇങ്ങനൊരു സീറ്റിൻ്റെ കാര്യം പറഞ്ഞതും നിൽക്കാം എന്ന് പറഞ്ഞ് വന്നതും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വലിയ തരത്തിലുള്ള വിവാദങ്ങൾ, വിമർശനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ മേയർക്കെതിരാണെങ്കിലും നഗരസഭാ ഭരണത്തിനെതിരാണെങ്കിലും റോഡിൻ്റെ അവസ്ഥ അറിയാലോ. തെരുവ് നായ്ക്കളൊക്കെ ഭയങ്കര കൂടുതലാണ്, ആക്രമണങ്ങൾ കൂടുതലാണ്. അതുപോലെ തന്നെ ഒരു നിരവധി പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇതെല്ലാം ഇലക്ഷനെ ബാധിക്കും തോന്നുന്നുണ്ടോ? ഇല്ല, ഞാൻ പോയ സ്ഥലങ്ങളിലൊന്നും എനിക്കങ്ങനെ വളരെ നെഗറ്റീവായിട്ടുള്ള ഫീലുകളൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള, കാരണം ഇവിടെ 25 വർഷമായി UDF ഭരിച്ച് അവരുടെ സിറ്റിംഗ് സീറ്റാണ്. അപ്പോൾ അവർക്ക് തന്നെ ഒരു മടുപ്പ് തോന്നി തുടങ്ങി. കാരണം ഒരു മാറ്റം വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ സൈഡിൽ നോക്കുമ്പോൾ എൻ്റെ അടുത്ത് അവർ വളരെ നല്ല രീതിയിലാണ് ഇങ്ങോട്ട് പെരുമാറുന്നത്. UDF ആയിട്ടാണോ മത്സരം, അതോ BJPൻ്റെ ഒരു ശക്തമായ മുന്നേറ്റം തിരുവനന്തപുരത്തുണ്ട്, അതെല്ലാം ബാധിക്കുമോ? ഇല്ല ഇല്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല. ഇവിടെ അങ്ങനെ ഒരു നമ്മൾക്കിപ്പോൾ കാശ് കൊടുത്ത് ചെയ്യുന്നതല്ലല്ലോ. കുറേ ഫ്ലെക്സ് വെച്ചു, കുറേ ബോർഡ് വെച്ചു എന്ന് പറയുന്നതല്ലല്ലോ ഒരു മത്സരം എന്ന് പറയുന്നത്. വ്യക്തികൾ തമ്മിൽ അല്ലെങ്കിൽ പാർട്ടികൾ തമ്മിലുള്ള മത്സരമല്ലേ. ഇപ്പോൾ LDF, UDF, BJP എന്നുള്ള വിഷയം എനിക്കവരൊരു എതിരാളിയായി എനിക്ക് തോന്നിയിട്ടില്ല. അതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, എനിക്ക് തോന്നുന്നില്ല. പിന്നെ എല്ലാം നമ്മുടെ എന്തായിരിക്കും കുറവങ്കോണത്തിനൊരു സംഭാവനയായിട്ട് നൽകാൻ പോകുന്നത്? എന്തൊക്കെയാണ് മുൻകൈ? കുറവങ്കോണത്തിന് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു തരത്തിലുമുള്ള വികസനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം MLA ഫണ്ടിൽ നിന്നും വന്ന കുറച്ച് പ്രവർത്തനങ്ങൾ മാത്രമേ ഇവിടെ നടന്നിട്ടുള്ളൂ. ആ ഫണ്ടിൻ്റെ ഭാഗമായി ഉണ്ടായ കുറേ പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തു, എൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന കൗൺസിലറാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അല്ലാണ്ട് അവരുടെ ഭാഗത്തുനിന്നോ ഇപ്പോൾ അവർ കോർപ്പറേഷനിൽ നിന്ന് നേടേണ്ട ഒരു കാര്യങ്ങളും ഇവിടെ ഉണ്ടായിട്ടില്ല. ബേസിക്കായിട്ട് വേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു അംഗൻവാടി, ഒരു ഹെൽത്ത് സെൻറ്റർ, ഒരു കമ്മ്യൂണിറ്റി ഹാൾ, അങ്ങനെ ഒന്നും തന്നെ ഈ വാർഡിലില്ല. ബേസിക്കായിട്ട് വേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഒരു വാർഡിൽ, അതൊന്നും ഈ വാർഡിലില്ല. കുറേ ആൾക്കാർക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിവുള്ളവർ അവർ സ്വന്തമായി ചെയ്യുന്നു. അത് സാധാരണക്കാർക്ക് ഇവിടെ യാതൊന്നും നടന്നിട്ടില്ല. ഈ ഇലക്ഷൻ അടുത്ത സമയത്തിലാണ് കുറേ റോഡുകൾ ടാറിട്ടതും കുറേ ഇൻ്റർലോക്ക് ചെയ്തതും. ഇതിൽ 90% MLA ഫണ്ടിൽ നിന്നും വന്ന കാശാണ്. കോർപ്പറേഷനിൽ പോയി ഈ കൗൺസിലർ ചോദിച്ച് വാങ്ങിച്ച് അടികൂടി കൊണ്ടുവന്നതായിട്ട് ഒന്നും തന്നെ ഇവിടെ ഇല്ല. ആളുടെ വികസനങ്ങളെന്ന് പറയാൻ ചെയ്ത വികസനമായിട്ടൊന്നുമില്ല. പിന്നെ ഇവിടെ നടന്നു വരുന്നത് അവരുടെ ഒരു അച്ഛനായി, മോനായി, ചേച്ചിയായി, അനിയത്തിയായി, അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഭരണമാണ് ഇവിടെ വരുന്നത്. അവർക്ക് കുടുംബപരമായി ഇങ്ങനെ ഭരിച്ചു പോകാമെന്നുള്ള രീതിയിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു മാറ്റം വരണമെന്ന് സാധാരണക്കാർക്ക് തോന്നുന്നുണ്ട്. അതിനൊരു മാറ്റം ഉണ്ടാവും ഇപ്രാവശ്യം. അതിന് നമ്മൾ വളരെയധികം കോൺഫിഡൻ്റ് ആണ് ഇപ്രാവശ്യം. എന്തായാലും M5ൻ്റെ ആശംസകൾ. എന്തായാലും കൗൺസിലറായിട്ട് വരാം. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.